ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 മെയ് മാസം 24 മുതൽക്ക് 30 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി, മേടം, ഇടവം മുതലായിട്ടുള്ള 12 രാശിയുടെയും സാമാന്യ ഫല നിരൂപണം നടത്തുകയാണ്. ആദ്യമായിട്ട് മേടം രാശി, ഏരീസ് എന്നാണ് അതിന് പറയുക. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും ചേർന്നതാണ് മേടം രാശി. മേടം രാശിയിലെ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്ന കാലമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യവും സ്ഥൈര്യവും ഒക്കെ കൂടുതൽ കാണിക്കുന്ന ഒരു കാലമാണ്. ആഴ്ചയുടെ ആദ്യ ഭാഗത്തിൽ ബുധൻ 2ാം ഭാവത്തിലാണ്. അപ്പോൾ ധനകാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധയൊക്കെ ചെലുത്തേണ്ടതായിട്ട് വരും. വരുമാനവും ഉയർന്ന് വരും. എന്നാൽ ഈ സമയത്ത് ചില വാക്കുകളുടെ കടുപ്പം കൊണ്ട് അഥവാ വാക്കിൽ കൊണ്ടാവുന്ന ചില സ്ട്രെസ്സ് കൂടുതലുള്ളത് കൊണ്ട് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെയ് 29 ശേഷം ബുധൻ 3ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആശയവിനിമയ ശേഷിയൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടും. ജോലി രംഗത്തും അതുപോലെ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള മീറ്റിംഗ്, ഡിസ്കഷൻസും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങൊക്കെ നടത്തുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിജയസാധ്യത ഉണ്ടാകുകയും ചെയ്യും. എഗ്രിമെൻറ്റ്സ്, നൂതനമായിട്ടുള്ള എഗ്രിമെൻറ്റ്സും ഒക്കെ വയ്ക്കാനുമൊക്കെ ഈ ആഴ്ചയുടെ അവസാനം അവർക്ക് നല്ലതാണ്. ജോലി രംഗത്തിൽ പുരോഗതി ഉണ്ടാകും. ആഴ്ചയുടെ ആദ്യ ഭാവത്തിൽ കുറച്ച് പതുക്കെയാണെന്നുണ്ടെങ്കിലും അവസാനം ആകുമ്പോൾ കുറച്ചുകൂടെ അതിൽ നേട്ടമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാം. ധനപരമായിട്ട് നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. കുറച്ച് ധനനിയന്ത്രണം ഇല്ല എന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ വന്നു ചേരാവുന്നതാണ്. ഉണ്ടായിരുന്ന ലാഭം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നതാണ്. അത് പ്രത്യേകിച്ച് ആഴ്ചയുടെ അവസാനമാകുമ്പോൾ. കുടുംബപരമായിട്ട് ബന്ധങ്ങൾ മെച്ചപ്പെടും. കുറച്ചുകൂടെ ഈ ആഴ്ചയുടെ അവസാനമാകുമ്പോഴത്തേക്കും കുടുംബ ബന്ധങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടും. വാക്കുകളിലൊക്കെ കുറച്ച് ശ്രദ്ധ വേണം. അതുകൊണ്ടുണ്ടാകാവുന്ന ചില സംഘർഷങ്ങളൊക്കെ, ഫ്രിക്ഷൻസൊക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ശിരസ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ അഥവാ അങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർ അത് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ചെറുതായിട്ട് പറഞ്ഞാൽ തലവേദന, ശരീരത്തിന് ചൂട് കൂടുക മുതലായിട്ടുള്ളവ എങ്കിലും വരാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഹനുമാൻ സേവ ചെയ്യുകയാണ്, ഹനുമാനെ ഭജിക്കുകയാണ് വളരെ ഏറ്റവും നല്ല കാര്യം. ശിവക്ഷേത്ര ദർശനവും അവിടുത്തെ അഭിഷേകാദികളും അഭിഷേക തീർത്ഥം കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ക്ഷമ ശീലിക്കുകയും ധ്യാനം പരിശീലിക്കുകയും ചെയ്യുന്നതും ഇവർക്ക് വളരെ നല്ലതാണ്. അടുത്തത് ഇടവക്കൂറാണ്, ടോറസ് എന്നാണ് ഇതിന് പറയുക. കാർത്തികയുടെ മുക്കാല്, അതായത് കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂർ. ആത്മവിശ്വാസം വളരെ കൂടുന്ന ഒരു കാലമാണിത്. സൂര്യനും ബുധനും ലഗ്നത്തിൽ വരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാവുകയും ചെയ്യും. ഇതോടെ ആത്മവിശ്വാസം ഉയരുകയും ചെയ്യും. ആഴ്ചയുടെ ആദ്യ ഭാഗത്ത് കുറച്ച് കൂടുതൽ ചിന്തയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ 29 ശേഷം ബുധൻ 2ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഉണ്ടാകുന്ന പുതിയ മാർഗങ്ങൾ, അതായത് വരുമാന മാർഗങ്ങൾ പുതിയതായിട്ട് തുറന്ന് വരുന്നതായിട്ടും കാണാം. ഗുണം, ജോലി രംഗത്തും മറ്റുമൊക്കെ നമ്മുടെ നേതൃത്വം അംഗീകരിക്കപ്പെടുന്നതായിട്ട് കാണും. അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അവരവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലും വ്യക്തിപരമായിട്ടും അത് പ്രകടമായിട്ട് നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ആഴ്ചയുടെ അവസാനം ഈ പറയുന്ന ധനലാഭ വർധന ഉണ്ടാകും എന്ന് കാണുന്നു. കുടുംബജീവിതത്തിലും അനുകൂലം തന്നെയാണ്. നിങ്ങളുടെ വാക്കുകൾ, ഈ കൂറിൽ വരുന്ന ആൾക്കാരുടെ ഗ്രഹത്തിൽ അവരുടെ വാക്കുകൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുകയും അത് അനുസരിക്കേണ്ടതാണെന്ന് അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബാന്തരീക്ഷം വളരെ സന്തോഷകരമായിട്ട് നിലനിൽക്കും. ഇവർക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ട്, അഥവാ ഹൃദയം, നെഞ്ച്, മൂക്ക്, തൊണ്ട ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർ അത് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്.
മഹാവിഷ്ണുവിനെ പൂജിക്കുക, മഹാലക്ഷ്മി സമേതനായിട്ടുള്ള ലക്ഷ്മി നാരായണ പൂജ എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത്. അങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്യുകയോ ലക്ഷ്മി നാരായണ മന്ത്രം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗുരുക്കന്മാരോട്, ഗുരുസ്ഥാനീയരോട് വിനയത്തോടു കൂടി പെരുമാറുക, അവർക്ക് ദാനം ഒക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. അടുത്തത് മിഥുനക്കൂറിലേക്ക് നോക്കാം. ജെമിനി എന്നാണ് അതിൽ ഇംഗ്ലീഷിന് പറയുന്ന പേര്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനം രാശിക്കാർക്ക് ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ആഴ്ചയുടെ ആദ്യം ബുധൻ 12-ലാണ്. മിഥുനക്കൂറിൻ്റെ അഥവാ മിഥുനത്തിൻ്റെ അധിപൻ ബുധനാണ്. അത് 12-ലായിരുന്നു. അത് 29-ാം തീയതി സ്വക്ഷേത്രത്തിലേക്ക്, ലഗ്നത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യ സമയത്ത് കുറച്ച് ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടുണ്ടാകുന്ന ചില വൈകല്യങ്ങളും ഒക്കെ ജീവിതത്തിൽ, അതായത് പ്രൊഫഷനിലോ ജോലിയിലോ പഠിത്തത്തിലോ ഒക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ലഗ്നത്തിലേക്ക്, സ്വക്ഷേത്രത്തിലേക്ക് ബുധൻ 29-ന് പ്രവേശിക്കുന്നതോടുകൂടി നമ്മുടെ ആത്മവിശ്വാസം കൂടും, ആശയവിനിമയ ശേഷിയും ഒക്കെ ഉയരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. കാര്യങ്ങളൊക്കെ പൊതുവേ നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരുന്നതാണ്. ജോലി അഥവാ പ്രൊഫഷണൽ രംഗത്ത് ആദ്യത്തിലെ മന്ദഗതി ആയിട്ടായിരിക്കും എങ്കിലും അത് പിന്നീട് 29-ന് ശേഷം അത് മെച്ചപ്പെടും. ആദ്യ ഭാഗത്ത് കുറച്ച് ചിലവുകളൊക്കെ കൂടാവുന്നതാണ്. അത് ആഴ്ചയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ആ നഷ്ടങ്ങളൊക്കെ മാറി സാമാന്യമായിട്ട് ധനലാഭങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകും. എന്നാലത് പരിഹരിക്കപ്പെടും. അത് ആഴ്ചയുടെ അവസാനം അനുകൂലമായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. മാനസികമായിട്ട് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതും വലിയ കാര്യമായിട്ട് നമ്മളിലേക്ക് അനുഭവപ്പെടുന്ന ലഗ്നത്തിൽ വ്യാഴമാണ്. ഈശ്വരാനുഗ്രഹം വളരെ ഉള്ള കാലമാണ്. അതുകൊണ്ട് മറ്റ് വലിയ പ്രയാസങ്ങളൊന്നും ഈ ആഴ്ച അനുഭവപ്പെടാനില്ല. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വൈഷ്ണവമായിട്ടുള്ള അഥവാ അവതാര വിഷ്ണു ആയിട്ടുള്ള ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായിട്ടുള്ള അതുപോലെ നരസിംഹം അഥവാ ബാലഗോപാല മന്ത്രങ്ങൾ, ഇങ്ങനെയുള്ള മന്ത്രമൂർത്തികളെ ഭജിക്കുക, ഉപാസന ചെയ്യുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, വഴിപാടുകൾ നടത്തുക, ഇതൊക്കെയും പച്ചപ്പയർ ദാനം ചെയ്യുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക, ഇതൊക്കെയും വളരെ നല്ല ഫലങ്ങൾ കിട്ടുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് പറയുക. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഇവർക്ക് ലാഭസാധ്യതകളൊക്കെ ഉള്ള ഒരു കാലമാണ്. മറ്റ് നമ്മുടെ കൂടെ സബോർഡിനേറ്റായിട്ട് ജോലി ചെയ്യുന്നവരോ അതുപോലെ തന്നെ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ടുള്ളവരുടെ പരിചയക്കാരുടെയും ഒക്കെ പല സഹായങ്ങളും നമ്മുടെ പ്രവർത്തികളിൽ, പ്രൊഫഷനിൽ ഉണ്ടാകും. എന്നാൽ ബുധൻ 12-ലേക്ക് മാറുന്ന ഒരു സമയത്ത്, അതായത് ആഴ്ചയുടെ അവസാനം അത്ര അനുകൂലമായിരിക്കില്ല. ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. കുറച്ചൊക്കെ മാനസിക സമ്മർദ്ദങ്ങളുമൊക്കെ ആഴ്ചയുടെ അവസാനം ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ഇവർക്ക് പാർട്ട്ണർഷിപ്പ് വഴി അഥവാ നെറ്റ്വർക്കിംഗ്, അതായത് പലർ ചേർന്ന് ചെയ്യുന്നതായിട്ടുള്ള ജോലികളിലും മറ്റൊക്കെ വ്യാപൃതരായിട്ടുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകുമ്പോൾ ആദ്യകാലത്തൊക്കെ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാവുകയും പിന്നീടത് കുറഞ്ഞു വരികയും, അതായത് ആഴ്ചയുടെ അവസാനം പൊതുവേ ഇങ്ങനെയുള്ള ബിസിനസ്സിലോ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ കുറച്ച് കുറവാണ് സംഭവിക്കുക. ചില അനാവശ്യ ചിലവുകളും സ്പെക്കുലേറ്റീവായിട്ടുള്ള നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും കുറച്ചൊരു കാലുഷ്യങ്ങളോ വെറുപ്പോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സംസാരത്തിൽ കൂടി അത് പരിഹരിക്കേണ്ടതാണ്. തുറന്നുള്ള സംസാരം അതിനൊക്കെ ഗുണം ചെയ്യും. ആരോഗ്യപരമായിട്ട് കുറച്ച് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ കാര്യമായിട്ട് വരുന്നില്ലെങ്കിൽ പോലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ക്ഷീണവും ഉറക്കക്കുറവ് മുതലായിട്ടുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശിവനെ പൂജിക്കുക എന്നുള്ളതാണ്. ശിവമന്ത്രം ജപിക്കുക, നമഃശിവായ എന്ന് പറയുന്നതായിട്ടുള്ള പഞ്ചാക്ഷര മന്ത്രം നിത്യേന ജപിക്കുന്നതും ഒക്കെ ഇതിന് നല്ല ഫലങ്ങൾ ചെയ്യുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് പൊതുവേ ഈ ആഴ്ച ഗുണകരമായിട്ടാണ് പറയേണ്ടത്. ആദ്യ ഭാഗത്ത് കരിയറിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുകയും പ്രൊഫഷൻ, കരിയർ അല്ലെങ്കിൽ പഠിത്തം മുതലായിട്ടുള്ളവർ ചെയ്യുന്നവർക്ക്, ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും.
ഇതിൻ്റെ ഫലം രണ്ടാം പകുതി, അതായത് ആഴ്ചയുടെ രണ്ടാം പകുതിയിലായിരിക്കും ഈ പറയുന്ന പ്രവർത്തനങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഉണ്ടാവുക. തീർച്ചയായിട്ടും അതുകൊണ്ട് ധനലാഭവും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലി അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിൽ നിങ്ങളുടെ കഴിവുകളൊക്കെ അംഗീകരിക്കപ്പെടുന്നതായിട്ട് മനസ്സിലാകും. മറ്റുള്ളവരുടെ പിന്തുണ കിട്ടുകയും ഉയർന്ന, അതായത് മേലധികാരികളുടെ ശ്രദ്ധ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാം. അത് ആഴ്ചയുടെ അവസാനത്തിലേക്ക് കൂടുതൽ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ധനകാര്യത്തിൽ വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണാം. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ, നേരത്തെ ചെയ്ത ജോലികളുടെയും മറ്റുമൊക്കെ നേട്ടങ്ങൾ, അതിൽ നിന്നുള്ള ലാഭം കിട്ടാൻ ഉള്ള സമയവുമാണ്, അതിനുള്ള അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാനും കുട്ടികളും കുടുംബവും ഭാര്യ മുതലായിട്ടുള്ളവരോ ഒന്നിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ആണ് അനുഭവിക്കാൻ ഈ ആഴ്ചയിലുള്ളത്. പൊതുവെ ആരോഗ്യപരമായിട്ട് നല്ലത് തന്നെയാണ്. സൂര്യനെ, ചിങ്ങം രാശിക്കാരാണ്, അതിൻ്റെ അധിപൻ സൂര്യനാണ്. ആ സൂര്യനെ ഭജിക്കുക, സൗരഗായത്രി ജപിക്കുക, അങ്ങനെയുള്ള സൗരഗായത്രി മുതലായിട്ടുള്ള മന്ത്രങ്ങൾ ഉപാസന ചെയ്യുന്നതും ഒക്കെ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ നല്ലതാണ്. അതുപോലെ ദോഷങ്ങൾ തീരാനും അത് വളരെ നല്ലതാണ്. അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് അതിനെ പറയുക. ഉത്രത്തിൻ്റെ മുക്കാല്, ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതുമാണ് കന്നിക്കൂറ്. ഈ ആഴ്ചയിൽ അവർക്ക് ഒരു വളർച്ചയുടെ ഒരു പ്രധാന ഘട്ടമാണ്. അതായത് ആഴ്ചയുടെ ആദ്യ ഭാഗത്തിൽ 9ാം ഭാവത്തിലെ സ്വാധീനം ഭാഗ്യം ഉണ്ടാക്കുന്നു. 29-ന് ശേഷം ബുധൻ 10ലേക്ക് വരുന്നു. 9ാം ഭാവത്തിൽ ഉണ്ടായിരുന്ന ബുധൻ 10ലേക്ക്, കർമ്മഭാവത്തിലേക്ക് ലഗ്നപതിയായിട്ട് 10ാം ഭാവത്തിലേക്ക് വരികയാണ്. അതോടെ ജോലി രംഗത്തും ഒക്കെ കൂടുതൽ പുരോഗമനം ഉണ്ടാകും. അതായത് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ കൂടുതൽ ഉത്സാഹത്തോടെ ജോലി ചെയ്യാനും പുതിയ പദ്ധതികളിലേക്കും ഒക്കെ പ്രവേശിക്കാനും അത് ലാഭകരമായിട്ട് വിജയകരമായിട്ട് പൂർത്തിയാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. പുതിയ അവസരങ്ങൾ തുറന്നു വരുന്നതായിട്ട് മനസ്സിലാക്കാം. അതുപോലെ ഉദ്യോഗസ്ഥരാണെങ്കിൽ സ്ഥാനക്കയറ്റങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനകാര്യം പറഞ്ഞാൽ അവർക്ക് ധനസംബന്ധമായിട്ടുള്ള ക്രമേണ ആയിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നതായിട്ട് കാണാവുന്നതാണ്. കുടുംബജീവിതത്തിലും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മറ്റ് പ്രയാസങ്ങളോ ദുരിതങ്ങളോ ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല. ആരോഗ്യപരമായിട്ടും പൊതുവെ മെച്ചം തന്നെയാണ് കാണുന്നത്. മറ്റ് രോഗ സാധ്യതകളൊന്നും കാണുന്നില്ല. ഇവർക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, അഥവാ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, തുളസിപ്പൂമാല വിഷ്ണുവിന് സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക, ഇതൊക്കെയും നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക തന്നെ നിത്യേന അവനവൻ ജപിക്കുന്നത് ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അടുത്തത് തുലാം കൂറാണ്. തുലാക്കൂറയ്ക്ക് ലിബ്ര എന്നാണ് പറയുക. ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖത്തിൽ 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. ഇവർക്ക് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാവുന്ന അവരുടെ കരിയർ വൈസ് അല്ലെങ്കിൽ പ്രൊഫഷൻ വൈസ് പഠിത്തം ഉള്ളവർക്ക് ആണെങ്കിൽ അങ്ങനെ ഗവേഷണം മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാ മേഖലകളിലും പൊതുവേ ഒരു ചില ആശയക്കുഴപ്പങ്ങൾ ബുധൻ്റെ ഒരു സ്വാധീനമുണ്ടാകും, അതുകൊണ്ട് ഉണ്ടാകാവുന്നതാണ്. എന്നാൽ 29-ാം തീയതി ആകുമ്പോഴത്തേക്കും ബുധൻ 9ാം ഭാവത്തിൽ, അഷ്ടമത്തിൽ നിന്ന് 9ാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി ഇതിനൊക്കെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത ഉണ്ടാകുന്നതാണ്. ആദ്യ ഭാവത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കരിയർ വൈസ് ഉണ്ടായിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ബിസിനസ്സിലോ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നതിലും എഴുത്തുകുത്തുകളിലും മറ്റൊക്കെ ചില ദുരിതങ്ങളൊക്കെ അവർക്ക് വരാവുന്നതാണ്. എങ്കിലും അതിന് ഒരു തീരുമാനം, ഒരു ശുഭകരമായിട്ടുള്ള തീരുമാനം 2ാം ഭാവത്തിൽ, 2ാം പകുതിയിൽ അതായത് ആഴ്ചയുടെ അവസാനം അവർക്ക് ഉണ്ടാകും. അത് എഗ്രിമെൻറ്റിലൊക്കെ അത് ഫങ്ഷൻ ചെയ്യുന്നതിലും ഒക്കെ മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും. ധനപരമായിട്ട് അവർക്ക് മെച്ചം തന്നെയാണ്. സ്ഥിരമായിട്ടുള്ള വരുമാനം അവർക്ക് ലഭിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മറ്റ് കഷ്ടനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. കുടുംബജീവിതത്തിനും സമാധാനം തന്നെയാണ്. മറ്റ് കുടുംബജനങ്ങളോടുകൂടി സന്തോഷമായിട്ട് വർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് പ്രതികൂലാവസ്ഥ ഒന്നും തന്നെയില്ല. പുതിയ രോഗങ്ങളോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒന്നും തന്നെ ആരോഗ്യപരമായിട്ട് വരാനില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാദേവി ഭജനമാണ് ഉത്തമമായിട്ടുള്ള. ദേവീ പൂജ ചെയ്യുക, ദേവീ സ്തവങ്ങൾ അഥവാ ദേവിയുടെ കീർത്തനങ്ങൾ ജപിക്കുകയോ ആ മന്ത്രങ്ങളെ കൊണ്ട് ഉപാസന ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം മുതലായിട്ടുള്ളവ വളരെ ഗുണം ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പറയാവുന്നതാണ്.
അടുത്തത് വൃശ്ചികക്കൂറ് ആണ്. സ്കോർപ്പിയോ എന്നാണ് അതിന് പറയുക. വൃശ്ചികം കൂറിൽ വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്ന ഈ നാളുകളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. മറ്റ് ആൾക്കാരുമായിട്ട് പ്രൊഫഷനിലോ കുടുംബത്തിലോ എവിടെയാണെങ്കിലും മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നതാണ്. എന്തെന്നാൽ ആദ്യമൊക്കെ കുറച്ച് ഗുണകരമായിട്ട് വന്നാലും അവസാന ഭാഗമാകുമ്പോഴത്തേക്കും അഷ്ടമത്തിലേക്ക് ബുധൻ വരുന്ന കാലം ആവുമ്പോൾ ഇതിലൊക്കെ ചില പ്രയാസങ്ങൾ ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ ജോലിയിൽ ചെയ്യുന്ന ഒന്നിച്ച് ജോലി ചെയ്യുന്നവരുമായിട്ടോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടതുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകളും ആശങ്കകളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടും ചില മാറ്റങ്ങൾ, സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ അവരുടെ സ്ഥാന മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അത് നേരിടത്തക്ക വിധത്തിലുള്ള ഒരു മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി ഇവർ കൈക്കൊള്ളേണ്ടതാണ്. ഇവർക്ക് മറ്റു ഉള്ളവരും കൂടെ ചേർന്ന് നടത്തുന്ന ധനപരമായിട്ടുള്ള ബിസിനസ്സുകളോ മറ്റ് ഏർപ്പാടുകളിലൊക്കെ കുറച്ചൊരു ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. അതിൽ ഒക്കെ ചില അഭിപ്രായ ഭിന്നതകൾ വരികയും അത് മുഖാന്തരം തെറ്റിദ്ധാരണകൾ വരിക, കഷ്ടനഷ്ടങ്ങൾ വരിക, ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതത്തിലും കുറച്ച് അഭിപ്രായ ഭിന്നതകളും അതുമൂലമുണ്ടാകുന്ന ചില പ്രയാസങ്ങളോ ഫ്രിക്ഷൻസോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് മറ്റ് രോഗങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ പോലും ശാരീരിക ക്ഷീണം വരുന്നില്ലെങ്കിൽ പോലും മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അനുഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് തൻ്റെ കാരഗ്രഹമാകുന്ന ചൊവ്വയുടെ സുബ്രഹ്മണ്യസ്വാമിയെ പൂജിക്കുക, ഗ്രഹശാന്തി, ചൊവ്വയുടെ ഗ്രഹശാന്തി ചെയ്യുക. അതുപോലെ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നടത്തുക, അഭിഷേക തീർത്ഥം കഴിക്കുക. ഇതൊക്കെയും ഗുണകരമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്. അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുക്കൂറ്. ഇവർക്ക് പാർട്ട്ണർഷിപ്പ് അഥവാ ജോയിൻറ്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗുണപരമാണ്. 4-ാം ഭാവപതി 7-ലാണ്. അവിടെ ആഴ്ചയുടെ ആദ്യത്തെ ഭാഗത്ത് കുറച്ച് സമ്മർദ്ദമൊക്കെ ഉണ്ടാവുകയാണെങ്കിലും 29-ാം തീയതിക്ക് ശേഷം ബുധൻ 7-ാം ഭാവത്തിലേക്ക് മാറുന്നു. അത് ബുധനും ഗുരുവും തമ്മിലുള്ള യോഗമാണ്. അതോടുകൂടി സഹകരണങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ഒന്നിച്ച് ജോലി ചെയ്യുന്നവരിൽ നിന്നും അല്ലെങ്കിൽ ജോയിൻറ്റ് ബിസിനസ് ചെയ്യുന്നവരിൽ നിന്നും ഒക്കെ ഉള്ള നമുക്ക് സഹായ സഹകരണങ്ങൾ വർദ്ധിക്കും. അതുപോലെ പുതിയ കരാറുകളോ ഒക്കെ ഉണ്ടാകാനും അങ്ങനെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കരാറുകൾ ഉണ്ടാകാനും അത് ഗുണകരപരമായിട്ട് അവസാനിക്കത്തക്ക വിധത്തിലുള്ള നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ, കരാറുകളും മറ്റുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ ഡീൽസ്, ബിസിനസ്സിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡീൽസൊക്കെ കിട്ടും. അത് ചെയ്ത് തീർക്കത്തക്ക വിധത്തിലുള്ള സഹപ്രവർത്തകരുടെ ഒരു സഹായവും ഒക്കെ ഇവർക്ക് കിട്ടുന്നതാണ്. ധനകാര്യം സംബന്ധിച്ച് ധനപരമായിട്ട് ഒരു അനുകൂലാവസ്ഥ തന്നെയാണ്. ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ആണുണ്ടാവുക. കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികളിൽ നിന്ന് ഉണ്ടാവുന്ന നഷ്ടം ഉണ്ടാകാൻ സാധ്യതയില്ല. കുടുംബത്തിൽ കുറച്ചൊരു ഹാർമണി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരസ്പര വിദ്വേഷങ്ങളൊക്കെ ഒന്ന് മാറുകയും കുടുംബാന്തരീക്ഷം വളരെ അനുകൂലമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ആരോഗ്യപരമായിട്ടും ഇവർക്ക് അനുകൂലം തന്നെയാണ്. മറ്റ് രോഗാവസ്ഥകളോ അല്ലെങ്കിൽ ഭയപ്പെടത്തക്ക വിധത്തിലുള്ള രോഗങ്ങളോ ഒന്നും വരാൻ സാധ്യതയില്ല. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴത്തിന് പരിഹാരം ചെയ്യുക, വ്യാഴഗ്രഹത്തിൻ്റെ ശാന്തിഹോമം ചെയ്യുകയോ പൂജ നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണുവിൻ്റെ ഉപാസന അഥവാ മന്ത്രങ്ങൾ ജപിക്കുക ഒക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഉത്രാടത്തിൻ്റെ മുക്കാല് അവസാനത്തെ 2, 3, 4 പാദങ്ങൾ ചേർന്നത്. തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് നൂതന ചിന്തകൾ അഥവാ അവനവൻ്റെ പ്രൊഫഷനിലോ ജോലിയിലോ ഒക്കെ സൃഷ്ടിപരമായിട്ടുള്ള ചില പുതിയ ചിന്തകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഈ മേഖലയിൽ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതായിട്ടും അവരിൽ
മറ്റുള്ളവർ നമ്മുടെ മേലധികാരികളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നവരോ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വിശ്വാസം കൂടുകയും അതിനനുസരിച്ച് ഉത്തരവാദിത്വങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരാനും സാധ്യതയുണ്ട്. കൂടുതൽ പരിശ്രമത്തോടു കൂടി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ കിട്ടേണ്ടതായിട്ടുള്ള ഫലം അനുഭവിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് വേണ്ടത്ര പരിശ്രമത്തോടൊപ്പം തന്നെ അതിൽ വേണ്ടത്ര ശ്രദ്ധയും ഉണ്ടാകണം. ധനപരമായിട്ട് അനുകൂലം തന്നെയാണ്. മറ്റ് കഷ്ടനഷ്ടങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കുടുംബത്തിൻ്റെ അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ, അതായത് കുടുംബാന്തരീക്ഷം ഒരു സുഖകരമായിട്ടുള്ള അവസ്ഥ തന്നെയായിരിക്കും. ആരോഗ്യപരമായിട്ട് മറ്റ് രോഗങ്ങളോ ഒന്നും വരാനില്ല എങ്കിൽ പോലും കുറച്ച് കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ, മാനസിക സ്ട്രെസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ശാസ്താവിനെ പൂജിക്കുക അഥവാ ശനി ഗ്രഹത്തിനുള്ള ഗ്രഹശാന്തി ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണപ്രദമാണ്. അടുത്തത് കുംഭക്കൂറാണ്. എക്വാരിസ് എന്നാണ് അതിനെ പറയുക. അവിട്ടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും ചതയവും പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ ചേർന്നതായിട്ടുള്ള നക്ഷത്രങ്ങൾക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത്. ഇവർക്ക് ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ മറ്റ് പ്രൊഫഷനിലോ ജോലികളിലോ ഒക്കെ കുറച്ചൊരു ന്യൂനത വരാൻ സാധ്യതയുണ്ട്. എന്നാൽ 29-ാം തീയതിക്ക് ശേഷം ബുധൻ 5-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഈ പറയുന്ന അവരുടെ സൃഷ്ടിപരമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ അവരുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ മറ്റേ പ്രൊഫഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ അത് വർദ്ധിക്കും. അതിലൂടെ സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, അത് ക്രിയേറ്റീവായിട്ട് അവതരിപ്പിച്ച് അതിൽ കൂടെ ഒരു പിന്തുണ ഉണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് ലാഭം തന്നെയാണ് ഇവർക്കുണ്ടാവുന്നത്. അവർ ചെയ്യുന്ന ജോലിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ചയില്ല. കുടുംബ ജീവിതത്തിലും മറ്റ് പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. കുടുംബാന്തരീക്ഷവും അനുകൂലമായിട്ട് തന്നെയാണ് ഈ ആഴ്ച ഉണ്ടാകുന്നത്. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സർപ്പസ്ഥാനങ്ങളിൽ അഥവാ സർപ്പത്തെ ആരാധിക്കുന്ന ക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തുകയും അവിടെ നിവേദ്യാദികളോടൊപ്പം മഞ്ഞൾപ്പൊടി അഭിഷേകം ചെയ്യുക. അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക, നിത്യേന അത് കുറിയിടുക ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പായസഹോമം ചെയ്യുന്നതും, അതായത് സർപ്പസൂക്താദികളെ കൊണ്ട് പായസഹോമം ചെയ്യുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യാൻ നല്ലതാണ്. അടുത്തത് മീനക്കൂറാണ്. പീസസ് എന്നാണ് ഇതിന് പേര്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് പീസസ്. ഈ മീനക്കൂറുകാർക്ക്, അതായത് പീസസിന് വരുന്നവർക്ക്, അതിൽ ജനിച്ചവർക്ക് അവരുടെ ആശയവിനിമയ ശേഷി ഉണ്ടവർക്ക് അത് മെച്ചപ്പെട്ടിരിക്കും. എന്നാൽ അത് ഉണ്ടെങ്കിലും അത് ജോലിയിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവസാന ഭാഗത്ത് സാധിക്കില്ല. അതായത് മെയ് 29-ന് ശേഷം ബുധൻ 4-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അത് കുറച്ചൊക്കെ ജോലിയെ ബാധിക്കും. ജോലി അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനിൽ ഒക്കെ ബാധിക്കും. അത് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് മന്ദഗതിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. എന്നാൽ അതിനൊരു സ്ഥിരത ഉണ്ട്. ആ സ്ഥിരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം പിന്നീടൊരു കാലത്ത് അതിൻ്റെ ഫലം അനുഭവിക്കാനാണ് സാധ്യത കാണുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വലിയ വ്യത്യാസമൊന്നുമില്ല. വലിയ കഷ്ടനഷ്ടങ്ങൾക്കൊന്നും സാധ്യതയില്ല. സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാവുകയും ചെയ്യും. കുടുംബത്തിലെ കുറച്ചൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യ ഭാഗത്തുണ്ടാകാം, ചില തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകാമെങ്കിലും പിന്നീട് ക്രമേണ അത് നല്ല നിലയിലേക്ക് എത്തുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് മറ്റു രോഗങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉറക്കക്കുറവ്, അസമയത്തുള്ള ഭക്ഷണം, ഇതുകൊണ്ടൊക്കെ വയറിന് ചില ദുരിതങ്ങളും ഒക്കെ വരാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് കണ്ടകശനിയും 7-ര ശനിയും കൂടെ നിൽക്കുന്ന കാലമാണ്. ശനിയെ ഭജിക്കുക. അതിന് പകരം ആയിട്ട് ശാസ്താവിനെ ഈ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശാസ്താ മന്ത്രജപങ്ങൾ നടത്തുക, എള്ള് കൊണ്ടുള്ള നീരാജനം ചെയ്യുക. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യാൻ നല്ലതാണ്. നമസ്കാരം.